ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ചൂണ്ട ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അധികം വെറുപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആവശ്യമുള്ള സാധനം ഇതേപോലത്തെ ഒരു മുളവടിയാണ്. ഇതേപോലത്തെ ഒരു നല്ലൊരു മുളവടി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു നൈലോണിൻ്റെ ഈർപ്പ്. പിന്നെ ഇത് ഇയ്യമാണ്. ഇയ്യം ചതച്ചതാണിത്. കാരണം നമ്മളെ ഒഴുക്കുള്ള വെള്ളത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ നൈലോൺ ഇങ്ങനെ എന്താ പറയുക, ഒഴുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇയ്യം ഇതിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സാധനം, അതായത് മീനിൻ്റെ ഹുക്ക്. ഇത് ചൂണ്ട കൊളുത്തെന്ന് പറയും ഈ സാധനം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ചൂണ്ട കൊളുത്ത് നമ്മൾ ഈ ഈർപ്പായിട്ട് നമുക്ക് കെട്ടുക. അപ്പോൾ നമ്മൾ സാധാരണ കെട്ടൊന്നും കെട്ടിയാൽ നിൽക്കൂല ഈ സാധനം. അപ്പോൾ നമ്മൾ അതിനായിട്ട് സിമ്പിളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഈർപ്പം നമ്മൾ ഇതേപോലെ വെക്കുക. ഇതേപോലെ കുറച്ച് നീളത്തിൽ, ഇതിൻ്റെ എൻഡ് കുറച്ച് നീളത്തിൽ ഇതേപോലെ വെക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്ക് ഉണ്ടല്ലോ, ചൂണ്ടയുടെ ഹുക്ക്, അത് നമ്മുടെ ആ നീണ്ടിരിക്കുന്ന അങ്ങോട്ടേക്ക് വരത്തക്ക വിധം ഇങ്ങനെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇതുണ്ടല്ലോ നമ്മുടെ ഞാൻ ഈ പിടിച്ച ഈ നൈലോണിൻ്റെ ഈ നൂല്, അത് ഇതേപോലെ ചുറ്റുക. നമ്മുടെ നീണ്ടു നിൽക്കുന്നതിൻ്റെ മുകളിലൂടെ വേണം അത് ചുറ്റാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഇതേപോലെ ചുറ്റുക. നമ്മുടെ ആ നീണ്ടിരിക്കുന്ന ഭാഗമില്ലേ, നമ്മൾ ജസ്റ്റ് നമ്മുടെ പല്ല് വെച്ച് കടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കളയാം. അത് കടിക്കുമ്പോൾ സൂക്ഷിക്കണം. അത് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ പോരില്ല. കാരണം ഇതിൻ്റെ ഇടക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ വരില്ല. അതെ, അപ്പോൾ നമ്മുടെ ചൂണ്ടൽ നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇത് നോക്കിയേ, ചൂണ്ടൽ നമ്മൾ കെട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഈയം ഉണ്ടല്ലോ, ഈയം ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നമുക്ക് എത്ര നീട്ടതിന് ആവശ്യമുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലൊരു കെട്ട് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. ഇതേപോലൊരു കെട്ടിടുക. എന്നിട്ട് നമ്മളെ ചൂണ്ടേൻ്റെ ഈ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അങ്ങ് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഇതേപോലെ കെട്ടിയിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടലങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്കുള്ള ഈ ഈർപ്പുണ്ടല്ലോ അതും ജസ്റ്റ് ഒന്ന് കടിച്ചങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടൽ സെറ്റായി. ഇത്രേ ഉള്ളൂ നമ്മളെ ചൂണ്ട ഉണ്ടാക്കുന്ന രീതി. ഇത് വളരെ സിമ്പിളാണിത്. അത് നമുക്ക് പറഞ്ഞില്ല, മെയിനായിട്ട് വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതേപോലത്തെ ഒരു മുളവടി, പിന്നെ ഒരു ഈർപ്പും, പിന്നെ ഒരു ഈയത്തിൻ്റെ പീസും, പിന്നെ ഒരു ചൂണ്ട ഹുക്കും, അതും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ചൂണ്ടൽ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണാൻ നോക്കുക. പിന്നെ പരമാവധി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.